ഡൽഹിയിലേക്ക് പോയാൽ NDA നേതൃയോഗം ഡൽഹിയിൽ ആരംഭിച്ചു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ ഡൽഹിയിലെ വസതിയിലാണ് യോഗം ചേരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുക്കുന്ന വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, എന്തൊക്കെയാണ് പ്രധാന അജണ്ട ഈ യോഗത്തിൽ? നേരത്തെ നമ്മൾ മുൻപ് രാവിലെയൊക്കെ സംസാരിച്ച പോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒപ്പം അമിത്ഷായ്ക്കെതിരായി പ്രതിപക്ഷം ഉയർത്തിയ ചില പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമാണോ ഇന്നത്തെ ചർച്ച? എന്തൊക്കെയാണ് NDA യോഗത്തിലെ പ്രധാന അജണ്ടകൾ? ഉമേഷ്, NDAയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ JP നഡ്ഡയുടെ വസതിയിൽ NDA യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ NDAയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. BJPയിൽ നിന്നും JP നഡ്ഡയും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമുണ്ട്. കൂടാതെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ HD കുമാരസ്വാമി, ലോക് ജനശക്തി പാർട്ടിയിൽ നിന്നും ചിരാഗ് പാസ്വാൻ തുടങ്ങി NDAയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് NDA രൂപീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികം ഇന്നിപ്പോൾ സദ്ഭരൺ ദിവസായി രാഷ്ട്രം ആചരിക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ഡൽഹിയിൽ ഇങ്ങനെയുള്ള ഇത്തരം ഒരു യോഗം NDA നേതാക്കൾ വിളിച്ചു ചേർത്തത്. അതേസമയം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഈ യോഗത്തിൽ ചർച്ചയാകും. ഒന്ന്, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് നിലവിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച 2 ബില്ലുകൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അത് വരുന്ന സമ്മേളനങ്ങളിൽ പാസ്സാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അതിനാൽ മുഴുവൻ NDA സഖ്യകക്ഷികളെയും വിശ്വാസത്തിലെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ യോഗത്തിൽ വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. അതുപോലെ തന്നെ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് രൂപപ്പെട്ട ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രസംഗം, അത് അനാവശ്യമായി വിവാദമാക്കിയ കോൺഗ്രസിന്റെ നീക്കം, അതേ തുടർന്ന് BR അംബേദ്കർക്ക് ഏതൊക്കെ രീതിയിലുള്ള അവഗണനയാണ് കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായത് തുടങ്ങിയ വിഷയങ്ങൾ BJP ചർച്ചയാക്കി. അമിത്ഷാ വിവാദപരമായ പരാമർശം നടത്തിയെന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആരോപിച്ചു. അത് സംബന്ധിച്ചുള്ള സംവാദം ഇപ്പോഴും തുടരുകയാണ്. അതിനാൽ അംബേദ്കർ വിഷയം കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന NDA യോഗത്തിൽ ചർച്ചയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ്. യെസ്.